ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയാക്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോംസ് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഇതിനു മുന്നേ റിയാക്ടിന്റെ ഒരു ലൈബ്രറി റിയാക്ട് ഹുക്ക് ഫോമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് റിയാക്ട് ഹുക്ക് ഫോം തന്നെ യൂസ് ചെയ്തിട്ടാണ് റിയാക്റ്റിലെ ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു എക്സ്റ്റേണൽ ലൈബ്രറി സോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വാലിഡേഷൻ ചെയ്യും. അപ്പൊ ഹുക്ക് ഫോമിന്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ ഹുക്ക് ഫോം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന വാലിഡേഷൻ, അതായത് അതിന്റെ രജിസ്റ്റർ മെത്തേഡിന്റെ ഉള്ളിൽ നമുക്ക് വാലിഡേഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാം, മെസ്സേജസും കൺസ്ട്രെയിൻസും ഒക്കെ. അങ്ങനെ ഫോം നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് അതിന് പകരം നമ്മളൊരു എക്സ്റ്റേണൽ ലൈബ്രറി സോഡ് യൂസ് ചെയ്തിട്ടാണ് ഫോം ഡാറ്റ വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സോഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാലിഡേഷൻ ലൈബ്രറിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതൊരു ടൈപ്പ് സ്ക്രിപ്റ്റ് ഫസ്റ്റ് സ്കീമ ഡിക്ലറേഷൻ വാലിഡേഷൻസ് ആണ് ചെയ്യുന്നത്. അതായത് റൺ ടൈമിൽ ഇത് ഡാറ്റ റിലേറ്റഡ് എറേഴ്സ് ഒക്കെ, വാലിഡേഷൻ മെസ്സേജസും എറേഴ്സ് ഒക്കെ ത്രോ ചെയ്യും. അത് കൂടാതെ ഡാറ്റ ടൈപ്പ് ചെക്കിംഗ് നമുക്ക് ഡെവലപ്മെന്റ് ഫേസിൽ തന്നെ ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എറേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിന്റെ കോഡ് യൂസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും ടൈപ്പ് സ്ക്രിപ്റ്റ് അറിയില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഇതേ സെയിം കാര്യം തന്നെ സ്കീമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടൈപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോ എന്താണ് സോഡ് എന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഹുക്ക് ഫോം യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഫോം ഡാറ്റ സോഡ് യൂസ് ചെയ്തിട്ടാണ് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒട്ട് താമസിക്കാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെബ് ഡിസൈൻ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൾറെഡി റിയാക്ടിന്റെ ബേസിക് ട്യൂട്ടോറിയൽ തൊട്ട് അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ വരെ, അതുകൂടാതെ PHP ജാവാസ്ക്രിപ്റ്റിന്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു റിയാക്ട് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പ്രൊജക്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്കൊരു ബേസിക് ഫോം JXS പോർഷൻ ചെയ്യാം. ബേസിക് ഫോം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു രജിസ്റ്റർ ഫോം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. register.jxs കൊടുക്കുന്നു. പിന്നെ ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുക RIFC കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് ഫസ്റ്റ് ഫോം കൺട്രോൾസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതിന്റെ CSS പോർഷൻ ഓൾറെഡി index.css ചെയ്തിട്ടുണ്ട്. കോഡ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒരു കണ്ടെയ്നർ ഡിവിഷൻ, നമുക്കിവിടെ ഓൾറെഡി ഉള്ള ഡിവിഷനെ തന്നെ കണ്ടെയ്നർ ഡിവിഷൻ ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ ക്ലാസ് നെയിം കണ്ടെയ്നറിന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫോമിനൊരു ഹെഡിങ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് യുവർ അക്കൗണ്ടിന് ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കുന്നു. പിന്നെ ഓരോ കൺട്രോൾസും ഞാൻ ഓരോ ഡിവിഷന്റെ അകത്താണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇവിടെ ഒരു ഫോം ഗ്രൂപ്പ്, ഓരോ കൺട്രോളും വരാൻ വേണ്ടിയിട്ട് ഓരോ ഫോം ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോം ഗ്രൂപ്പ് അതിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ബോട്ടം മാത്രമേ, ജസ്റ്റ് ഒരു മാർജിൻ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കണ്ടെയ്നർ ഡിവിഷൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും അതിന്റെ ബോർഡറും ഒരു ബോക്സ് ഷാഡായൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഏജ്, പാസ്വേഡ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നോർമൽ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ വരുന്ന കൺട്രോൾസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ഫസ്റ്റ് നെയിമിന്റെ ലേബലും ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നെയിം, ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കും. ഇനി ഇതിന്റെ തന്നെ കോപ്പി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് നെയിം കൊടുക്കുന്നത്. ഫസ്റ്റ് നെയിമിന് പകരം ലാസ്റ്റ് നെയിം കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമെയിൽ ID കൊടുക്കണം. അതിന്റെ ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ക്യാപ്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇമെയിൽ. നെക്സ്റ്റ് ഏജിന്റെ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഫൈനലി പാസ്വേഡിന്റെ, കൺഫേം പാസ്വേഡിന്റെ. സോറി, നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഫോമിന്റെ കൺട്രോൾസ് അല്ലേ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇനി ഇതിന് ഫൈനലി ഞാനൊരു സബ്മിറ്റ് ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. രജിസ്റ്ററിന് ക്യാപ്ഷൻ കൊടുക്കുന്നു. ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്. അതുപോലെ തന്നെ ക്ലാസ് നെയിം, നമ്മൾ സബ്മിറ്റ് ബട്ടന്റെ ക്ലാസ് നെയിം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, CSS ക്ലാസ്, അത് കൊടുക്കുക. സോ നമ്മൾ ഫോം കൺട്രോൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് app.jxs വന്നിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു രജിസ്റ്റർ കോമ്പോണന്റിനെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് കോൾ ചെയ്യാം. ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഫോം വന്നിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, രജിസ്റ്റർ ബട്ടൺ, എല്ലാ കൺട്രോൾസും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ഡിപ്പെൻഡൻസീസ്, അതായത് യൂസ് ഫോം ഹുക്കും അതുപോലെ തന്നെ സോഡും, ഈ രണ്ട് ലൈബ്രറിയും ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാൻ ടെർമിനൽ എടുത്തിട്ട് ഇതാണ്, അതായത് ഫസ്റ്റ് നമ്മൾ സോഡ് ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ തന്നെ റിയാക്ട് ഹുക്ക് ഫോമും. ഇനി അതിന്റെ ഇടയ്ക്ക് വരുന്ന ഹുക്ക് ഫോം റിസോൾവർ എന്താന്ന് വെച്ചാൽ റിയാക്ട് ഹുക്ക് ഫോമിനെയും അതുപോലെ തന്നെ സോഡിനെയും കൂടെ കണക്ട് ചെയ്ത്, അതായത് സോഡിൽ നമ്മൾ കൺസ്ട്രെയിൻസ് സ്കീമ ഡിഫൈൻ ചെയ്യും, ഈ സ്കീമിനെയും റിയാക്ട് ഹുക്ക് ഫോംസിലെ നമ്മുടെ ഫോം കൺട്രോൾസിനെയും കൂടെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു റിസോൾവർ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് കോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഈ മൂന്ന് ഡിപ്പെൻഡൻസീസ്, അതായത് സോഡും ഹുക്ക് ഫോം റിസോൾവറും റിയാക്ട് ഹുക്ക് ഫോമിനെയും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് package.json ഫയലിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഹുക്ക് ഫോമും സോഡും പിന്നെ അതിന്റെ റിസോൾവറും വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നമ്മൾ റിയാക്ട് ഹുക്ക് ഫോം യൂസ് ചെയ്തിട്ട് നമ്മുടെ റിയാക്ട് ഹുക്ക് ഫോം ഞാൻ അതിന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും വാലിഡേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ലൈബ്രറി ആണെന്ന്. അപ്പോൾ നമ്മുടെ എല്ലാ കൺട്രോൾസിനെയും അതിന്റെ ഒരു ഹുക്ക് ഫോമിന്റെ ഇന്റേണൽ സ്റ്റേറ്റ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൺട്രോളിന്റെ വാലിഡേഷൻസും അതുപോലെ ഡാറ്റ ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. ഫസ്റ്റ് നമുക്ക് റിയാക്ട് ഹുക്ക് ഫോമിന്റെ യൂസ് ഫോം ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ഫോം ഹുക്കിനെ നമുക്ക് കോൾ ചെയ്യാം. ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫോം ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള മെത്തേഡ്സിനെ ഞാൻ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പൊ രജിസ്റ്റർ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഓരോ ഇൻപുട്ട് ഫീൽഡിനെയും ഓരോ ഫോം കൺട്രോളിനെയും ഇന്റേണൽ സ്റ്റേറ്റുമായിട്ട് ഹുക്ക് ഫോമിന്റെ ഇന്റേണൽ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ വാലിഡേറ്റ് ചെയ്യാനും അക്സസ് ചെയ്യാനും പറ്റും. ബേസിക്കലി സ്റ്റേറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഹാൻഡിൽ സബ്മിറ്റ്, അതായത് ഹാൻഡിൽ സബ്മിറ്റ് ഇവന്റ് ഇതിന്റെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഹാൻഡിൽ സബ്മിറ്റ് ഇവന്റ് ത്രൂ നമ്മുടെ ബിൽറ്റ് ഇൻ സബ്മിറ്റ് ഫംഗ്ഷനിലേക്ക് കോൾ പോകും വൺസ് ഇത് സക്സസ് ആണെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ എന്റെ ഓരോ കൺട്രോളിനെയും ഈ രജിസ്റ്റർ മെത്തേഡ് ത്രൂ രജിസ്റ്റർ ചെയ്യുവാണ്. ഫസ്റ്റ് സ്പ്രെഡ് ഓപ്പറേറ്റർ, രജിസ്റ്റർ മെത്തേഡ്, കൺട്രോൾ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ എന്തായിരിക്കും ഫസ്റ്റ് നെയിം, ഇതേപോലെ എല്ലാ കൺട്രോളിലും ചെയ്യാം കേട്ടോ. ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഏജ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്. ഓക്കെ, ഇപ്പൊ എല്ലാ കൺട്രോൾസിനെയും നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ ഹാൻഡിൽ സബ്മിറ്റ് ഇവന്റ്, അതായത് ഫോമിന്റെ ഓൺ സബ്മിറ്റ് ഇവന്റിനെ കോൾ ചെയ്യാം. അതിൻ്റെ അകത്ത് ഹാൻഡിൽ സബ്മിറ്റ് ഇവന്റിന്റെ ത്രൂ നമ്മുടെ ഒരു കസ്റ്റം ഫംഗ്ഷൻ നമ്മൾ എഴുതും. ഇതിനെ ഓൺ സബ്മിറ്റ് രജിസ്റ്റർ
ഫോം എന്നാണ്. ഇവിടെ നമ്മൾ സാധാരണ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിലേക്ക് ആക്സസ് ചെയ്ത് ഈ ഡാറ്റാസ് കൊണ്ട് സേവ് ചെയ്യുമല്ലോ, അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. കോൺസ്റ്റ് രജിസ്റ്റർ ഫോം ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്, സാധാരണ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും കേട്ടോ, ഡാറ്റാബേസ് ആക്സസും മീൻസ് API റിക്വസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഈ ഡാറ്റനെ ഫോം ഡാറ്റനെ കൺസോൾ ചെയ്യാം. സോ വൺസ് ഈ വാലിഡേഷൻസ് ഒക്കെ സക്സസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിലേക്കായിരിക്കും ഹാൻഡിൽ സബ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫംഗ്ഷനിലേക്കായിരിക്കും കോഡ് വരുന്നത്. അപ്പൊ ഞാൻ രജിസ്റ്റർ ഫോം എന്ന് കൊടുത്തിട്ട് അതിന്റെ കൂടെ ഈ ഡാറ്റനെ കൂടെ കൺസോൾ ചെയ്യണം. നമ്മുടെ ബേസിക് യൂസ് ഫോം ഹുക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഫോം വാലിഡേഷൻ ചെയ്യണം. ഈ ഫോം വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോർട്ട് ലൈബ്രറിയും അതിന്റെ റിസോൾവറിനെയും ഇമ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് സോഡിന്റെ സെഡ് ഒബ്ജക്റ്റിനെ ഇമ്പോർട്ട് ചെയ്യാണ് ഫ്രം സോഡ് റിസോൾവറിനെയും ഇമ്പോർട്ട് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ സ്കീമ ക്രിയേറ്റ് ചെയ്യണം. സ്കീമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ കൺട്രോൾസ് ഇല്ലേ, ഇപ്പൊ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഓരോ കൺട്രോൾസിനെയും അതിന്റെ വാലിഡേഷൻ കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കീമ യൂസ് ഫോം ഹുക്കുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ ഫോമിന്റെ ഏതുണ്ട്, രജിസ്റ്റർ സ്കീമ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലാണ് ഇത് അസൈൻ ചെയ്യുന്നത്. സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ സെഡ് ഡോട്ട് ഒബ്ജക്ട് മെത്തേഡിനെ കോൾ ചെയ്യുക. ഇതിന്റെ അകത്താണ് ഓരോ കൺട്രോളിന്റെയും കൺസ്ട്രെയിൻസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് കീ ആയിട്ട് ഇത് കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. കീ ആയിട്ട് ഏത് കൺട്രോളിനാണോ ഇത് സെറ്റ് ചെയ്യേണ്ടത് ആ കൺട്രോളും എടുക്കുക. വാല്യൂ ആയിട്ട് നമ്മൾ ഓരോ കൺസ്ട്രെയിൻസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നെയിം ആയതുകൊണ്ട് അതെന്തായിരിക്കും, ഫസ്റ്റ് ആയിട്ടും അത് സ്ട്രിങ് ആയിരിക്കും അല്ലെ. അപ്പൊ സ്ട്രിങ് ആണ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് മെത്തേഡിനെ കോൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് മാൻഡേറ്ററി ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മിൻ ഓഫ് കൊടുക്കുക. എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണോ മാക്സ് മിനിമം വരേണ്ടത് ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് 1 ക്യാരക്ടർ വരണം. അത് കഴിഞ്ഞിട്ട് അത് വാലിഡേഷൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മെസ്സേജ് ആയിട്ട് ഫസ്റ്റ് നെയിം ഈസ് റിക്വേർഡ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സെയിം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നെയിമിനും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് മാൻഡേറ്ററി ഫീൽഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത് ഇമെയിൽ ID ആണ് അല്ലെ. ഇമെയിൽ IDക്ക് നമുക്ക് 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന് ഇമെയിൽ ID വാലിഡ് ആണോ, അതായത് @ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ സാധാരണ രജിസ്ട്രേഷൻ ഫോമിൽ കാണുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ ഇത് റിക്വേർഡ് മാൻഡേറ്ററി ആയിട്ടും സെറ്റ് ചെയ്യണം. സോ ഇമെയിൽ സെറ്റ് ഡോട്ട് അഗെയിൻ ഇത് എന്തായിരിക്കും, സ്ട്രിങ് ആയിരിക്കും. എൻഷുർ ചെയ്യാം ഡോട്ട് ഫസ്റ്റ് മിൻ 1, മെസ്സേജ് സെറ്റ് ചെയ്യാം. ഇമെയിൽ ഈസ് റിക്വേർഡ് നമ്മളിപ്പോ ഇതിൽ കൊടുത്ത പോലെ തന്നെ. നെക്സ്റ്റ് നമുക്ക് ഇമെയിൽ ID ആണ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ബിൽറ്റ് ഇൻ മെത്തേഡ് ഇമെയിലിനെ യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇൻവാലിഡ് ഇമെയിൽ ID ആണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമെയിൽ ID ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഏജ് ആണല്ലേ. ഏജിന്റെ സെറ്റ് ചെയ്യാം. ഏജ് ഏജിൽ നമുക്ക് 2 കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിമം ഏജും മാക്സിമം ഏജും. അതായത് അറ്റ്ലീസ്റ്റ് 18 ആയിരിക്കണം, 18 18 എബോവ് ആയിരിക്കണം. അതുപോലെ തന്നെ 70 ബിലോ അപ് ടു 17, 18 to 17 ഇയറേ സെറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്തായിരിക്കും, സെറ്റ് ഡോട്ട് നമ്പർ. ഇതൊരു നമ്പർ ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഇത്രയും നേരം സ്ട്രിങ് അല്ലേ സെറ്റ് ചെയ്ത് കൊടുത്തത്, ഇത് നമ്പർ ആയതുകൊണ്ട് നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡോട്ട് മിൻ ഓഫ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 18 ആയിരിക്കും. അഗെയിൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 18 ഇയേഴ്സ് ഓൾഡ്. ഇതേപോലെ തന്നെ മാക്സിമം ഏജും സെറ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മൾ പറഞ്ഞു 70 ആണ്.
അഗെയിൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏജ് മസ്റ്റ് ബി 70 ഓർ ബിലോ. ഓക്കെ, അപ്പം ഏജിന് മിനിമം ഏജ് മാക്സിമം ഏജ് രണ്ട് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഫൈനലി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പാസ്വേഡിന്റെ കൺസ്ട്രെയിൻ ആണ്. പാസ്വേഡും എഗെയിൻ എന്തായിരിക്കും? അതൊരു സ്ട്രിങ് ആയിരിക്കും. സോ സ്ട്രിങ് മെത്തേഡിനെ കോൾ ചെയ്യുക. പാസ്വേഡിൽ സാധാരണ വാലിഡേഷൻസ് എങ്ങനെയൊക്കെയാ വരാതെ? ഒന്ന് പാസ്വേഡ് റെക്കോർഡ് ആണ് മസ്റ്റ് ആയിട്ട് വേണം. രണ്ടാമത്തെ കേസ് പാസ്വേഡിൽ ഇപ്പൊ നമുക്ക് ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വേണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഫസ്റ്റ് വൺ എന്താണ്? നമുക്ക് മെസ്സേജ് പാസ്വേഡ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തത് മിൻ ഓഫ് 5, അതായത് 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി സെയിം കാര്യം തന്നെ നമുക്ക് കൺഫേം പാസ്വേഡിനും സെറ്റ് ചെയ്ത് കൊടുക്കാം. കോമ കൺഫേം പാസ്വേഡിന്, അതായത് സ്ട്രിങ് ആയിരിക്കണം. കൺഫേം പാസ്വേഡ് ഈസ് റിക്വയർഡ്. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 ക്യാരക്ടേഴ്സ് ലോങ്. ഇനി ഇതിന്റെ കൂടെ നമുക്ക് സാധാരണ രജിസ്ട്രേഷൻ ഫോമിൽ വേറൊരു ചെക്കിംഗ് കൂടെ വരും അല്ലെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വേഡും അതുപോലെ തന്നെ കൺഫേം പാസ്വേഡും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റിഫൈൻ മെത്തേഡ് ആണ്. എഗെയിൻ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഡാറ്റ ആയിരിക്കും ഇതിന്റെ ഇൻപുട്ട് വരുന്നത്, അതായത് എൻറ്റർ ഫോം ഡാറ്റ വരും. അതില് ചെക്ക് ചെയ്യുക ഡാറ്റ ഡോട്ട് പാസ്വേഡ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് കൺഫേം പാസ്വേഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഗെയിൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ എറർ വരേണ്ടത് കൺഫേം പാസ്വേഡിന്റെ അണ്ടറിലായതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ കൺഫേം പാസ്വേഡിനെ പാത്തായിട്ട്, അതായത് നമുക്ക് ഈ എറർ എക്സാക്ട്ലി കൺഫേം പാസ്വേഡിന്റെ അണ്ടറിൽ വരേണ്ടതുകൊണ്ട് കൺഫേം പാസ്വേഡിന്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എറർ മെസ്സേജിന്റെ പൊസിഷൻ നമ്മൾ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ സ്കീമ ജനറേറ്റ് ചെയ്തു. ഫസ്റ്റ് നെയിമിന് റിക്വേർഡ്, ലാസ്റ്റ് നെയിമിനും റിക്വേർഡ്, ഇമെയിൽ ഐഡിന്റെ വാലിഡേഷനും റിക്വേർഡ് ഫീൽഡും സെറ്റ് ചെയ്ത് കൊടുത്തു. ഏജിന്റേത് റെസ്ട്രിക്ഷൻ കൊടുത്തു, 18 എബോവ് 70 ബിലോ. പാസ്വേഡ് റിക്വേർഡ്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് 5 വേണം മിനിമം. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡും സെയിം തന്നെ. പിന്നെ പാസ്വേഡിന്റെ ചെക്കിംഗ് സെറ്റ് ചെയ്തു. പിന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ സ്കീമ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സ്കീമേനെയും യൂസ്ഫോം ഹുക്കിനെയും കൂടെ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിസോൾവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അഗെയിൻ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് റിസോൾവർ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സോഡ് റിസോൾവറിനെ കോൾ ചെയ്തിട്ട് നമ്മൾ ഈ രജിസ്റ്റർ സ്കീമ പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഫൈനലി എന്ത് ചെയ്യുക? ഇതിന്റെ എറർ മെസ്സേജ് സെറ്റ് ചെയ്യണം. അതിന് യൂസ്ഫോം ഹുക്കിന്റെ ഫോം സ്റ്റേറ്റ് എടുക്കുക. അതിൽ നിന്ന് എറേഴ്സ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ കൺട്രോൾസിന്റെ അണ്ടറിൽ വന്നിട്ട് എറേഴ്സ് ഡോട്ട് പർട്ടിക്കുലർ കൺട്രോളറിന്റെ, ഇപ്പൊ ഫസ്റ്റ് നെയിം ആണെങ്കിൽ ഫസ്റ്റ് നെയിം എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ക്ലാസ് നെയിം ആയിട്ട് എറർന്ന് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എറേഴ്സിൽ ഫസ്റ്റ് നെയിമിൽ എന്ത് മെസ്സേജ് ആണോ വന്നിട്ടുള്ളത് ആ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ എല്ലാ കൺട്രോൾസിലും ചെയ്യാം. ലാസ്റ്റ് നെയിം ഇമെയിൽ പേജ്
പാസ്വേഡ് ഓക്കെ, എല്ലാ കൺട്രോൾസിനും സേവ്. അപ്പൊ നമ്മുടെ വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, രജിസ്റ്റർ സ്കീമ ജനറേറ്റ് ചെയ്തു, യൂസ് ഫ്രം ഹുക്കുമായിട്ട് കണക്ട് ചെയ്തു, റിസോൾവർ യൂസ് ചെയ്തിട്ട് ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ രജിസ്റ്റർ മെത്തേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിലും ആ ഒരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കറക്റ്റ് ഡാറ്റ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏജ് എബോവ് 80 വേണമല്ലോ, ഒരു 20 കൊടുത്തു. പാസ്വേഡ് ഒരു 12345 കൊടുത്തു. രജിസ്റ്റർ ചെയ്യുമ്പോൾ കൺസോൾ എടുത്ത് നോക്കാം. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ഡാറ്റ വന്നിട്ടുണ്ട്. ഇൻ കേസ് ഏജ് ഞാനൊരു 70 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കണ്ടില്ലേ 18 years ഓൾഡ് വന്നു. ഇനി പാസ്വേഡ് നമുക്ക് ഒരു ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ട പാസ്വേഡ് ഡസ് നോട്ട് മാച്ച് വന്നു. ലാസ്റ്റ് നെയിമിനെ ഒന്ന് റിമൂവ് ചെയ്ത ലാസ്റ്റ് നെയിമിനും ഫസ്റ്റ് നെയിമിനും ഞാൻ ഒരേ എറർ മെസ്സേജ് ആണ് കൊടുത്തത്. ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്. ഇപ്പൊ കണ്ടില്ലേ, എല്ലാം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് ഇൻ കേസ് നമ്മളെല്ലാം കറക്റ്റ് ഡാറ്റ ആണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാലിഡേഷൻ സക്സസ്ഫുൾ ആയി നമ്മളാ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ ഫോം ഫംഗ്ഷനിൽ വന്ന് ഡാറ്റ കൺസോൾ ചെയ്തു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.